വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളെല്ലാവരും ബ്രൈഡ്സിന് വേണ്ടിയിട്ടുള്ള ഹെയർ സ്റ്റൈൽ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഞാൻ ഇന്ന് ബ്രൈഡ് മെയ്ഡ്സിന് വേണ്ടിയിട്ടുള്ള 3 ഹെയർ സ്റ്റൈൽ കാണിക്കാനാട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നിങ്ങൾ ഏത് പാർട്ടീഷനാണോ എടുക്കുന്നത് ഹെയറിൽ അങ്ങനെ 2 പാർട്ടീഷൻ ആക്കുക. എന്നിട്ട് നമ്മൾ നോർമലായിട്ട് പിന്നിടില്ലേ അതുപോലെ കുറച്ച് സെക്ഷൻ എടുത്തിട്ട് പിന്നിടുക. നോർമൽ ബോബി പിൻസോ ബെഡഡ് ആയിട്ടുള്ള ക്ലിപ്സോ വെച്ചിട്ട് ഹോൾഡ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് എത്ര സെക്ഷനായിട്ട് പിന്നാവോ അത്രയും സെക്ഷനായിട്ട് പിന്നാൻ. ഞാൻ 2 സെക്ഷനായിട്ടേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇപ്പുറത്തെ സൈഡ് അഴിച്ചിടാണ് ചെയ്തത്. കുറച്ചുകൂടി ഭംഗി അതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഈ ഹെയർ സ്റ്റൈൽ തന്നെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാനായിട്ട് ഫ്ലവറോ അല്ലെങ്കിൽ ഇതുപോലെ ബട്ടർഫ്ലൈസോ എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. ഫ്രോക്കിൻ്റെ കൂടെയും ഗൗണിൻ്റെ ഒക്കെ ഈ ഒരു ഹെയർ സ്റ്റൈൽ ചേർന്ന് പോകും കേട്ടോ. ഇതെല്ലാം വളരെ ഈസി ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ ആട്ടോ ഞാൻ കാണിക്കുന്നത്. അടുത്തതായിട്ട് ഇതുപോലെ തന്നെ പാർട്ടീഷൻ ചെയ്യുക. പാർട്ടീഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ സൈഡ് പാർട്ടീഷൻ തന്നെ എടുക്കാനായിട്ട് നോക്കുക. സെൻറ്റർ പാർട്ടീഷൻ എടുത്തു കഴിഞ്ഞാൽ ഇത്ര ഭംഗി ഉണ്ടാവില്ല. എന്നിട്ട് കുറച്ച് മുടി എടുത്തിട്ട് ട്വിസ്റ്റ് ചെയ്യുക. അതിനോട് ഹോൾഡ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ മറ്റേ സെക്ഷനിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. ഫ്ലവർ വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാം. ഞാനിപ്പോൾ 1 സൈഡ് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. അടുത്ത ഹെയർ സ്റ്റൈൽ ഇത്രയും ചൂടിനിടയ്ക്ക് നമുക്ക് ചിലപ്പോൾ അഴിച്ചിട്ട് കൊണ്ടുപോകാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് മുടി ഫുള്ളായിട്ട് കെട്ടി വെക്കണം എന്നുണ്ടെങ്കിൽ സ്റ്റൈലായിട്ട് കെട്ടി വെക്കാം. ഇപ്പുറത്തെ സെക്ഷൻ എടുത്ത പോലെ തന്നെ സെക്ഷൻ ആക്കി എടുത്തിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് കണക്ട് ചെയ്ത് ഹോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒരു സൈഡിലേക്ക് ഇടുക. നിങ്ങൾക്ക് ഏത് സൈഡാണോ ഇഷ്ടം ആ സൈഡിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് ബൺ ചെയ്യാം. അതിനുശേഷം പിന്നി കൊടുക്കുക. ഞാൻ നോർമൽ പിന്നലല്ല കേട്ടോ, അരിപ്പിന്നലാട്ടോ പിന്നേക്കുന്നത്. 4 കൂട്ടി പിന്നാന്നാണ് പറയുന്നത് കേട്ടോ. ഇതെല്ലാം പിന്നിയതിന് ശേഷം നിങ്ങൾക്ക് ബൺ ചെയ്യാം കേട്ടോ. ജസ്റ്റ് വോളിയം തോന്നാനാട്ടോ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. വെറുതെ ഇരുന്നപ്പോൾ ചെയ്തൊരു വീഡിയോ കേട്ടോ. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.